ഓക്കെ, ശ്രീ MM നസീർ 8 മിനിറ്റ്. സാർ, 2026-27 പുതുക്കിയ ബജറ്റിനെ ധനാഭ്യർത്ഥനയെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സാർ. സാർ, ഈ പഞ്ചായത്തിലും പാർലമെൻറ്റിലും നിയമസഭയിലും നിങ്ങൾ തോറ്റാലും ഇല്ല തോൽക്കുന്നില്ല, തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് ഈ നിയമസഭയിൽ വന്ന് കഴിഞ്ഞ 1.5 മാസമായി ഇവിടെ നടക്കുന്ന ഈ സഭാതലത്തിൽ പുതിയ ആളുകൾ എന്ന നിലയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയോട് ഓരോ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കും. മുഖ്യമന്ത്രിയെ ഇങ്ങനെ പ്രകോപിച്ച് അദ്ദേഹം വളരെ സമാധാനമായി ശാന്തമായിരിക്കുമ്പോൾ പ്രകോപിപ്പിച്ച് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് മറുപടി പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണുകയാണ്. നിങ്ങൾക്ക് തിരിച്ച് മറുപടി പറയാൻ സ്ഥാപിക്കാൻ ഈ സഭയിൽ ഒന്നുമില്ല. കാരണം 10 വർഷത്തെ ചെയ്തികളാണ് നിങ്ങളെ വേട്ടയാടുന്നത്. പ്രിയമുള്ള മുഖ്യമന്ത്രി, ഇവിടെ അവതരിച്ച ഈ ബഡ്ജറ്റ് നമുക്കെല്ലാം അറിയാം. കേരളത്തിലെ ഒരു തകർന്നടിഞ്ഞ ഖജനാവിൽ നിന്നും കേരളത്തെ രക്ഷിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ പരിചയസമ്പന്നതയും ദിശാബോധവും അദ്ദേഹത്തിൻ്റെ ഉത്തമമായ ധനകാര്യ മാനേജ്മെൻറ്റും കൊണ്ട് ഒരു ബഡ്ജറ്റാണ് അദ്ദേഹം ഇവിടെ അവതരിക്കുന്നത്. കഴിഞ്ഞ നിങ്ങൾക്കറിയാം, ഉമ്മൻചാണ്ടി എങ്ങനെയാണ് ഇവർ പുറത്താക്കിയത്? ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും നല്ല ഒരു ഭരണമായിരുന്നു എന്ന് കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ കള്ളക്കഥകൾ മെനഞ്ഞ് അദ്ദേഹത്തിൻ്റെ രക്തം കേരളത്തിൽ വീണ് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ ശാപം കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിലുണ്ടായിരുന്നു. ഇവിടെ ബാഹുബലി സിനിമ നിങ്ങളെല്ലാവരും കണ്ടു കാണും. ബാഹുബലി എന്ന് പറയുന്ന സിനിമയിലെ ഒരു കഥയാണ്. മഹിഷ്മതി സാമ്രാജ്യത്തിൻ്റെയും കൊട്ടാര വിപ്ലവത്തിലൂടെ ആ സാമ്രാജ്യത്തിനെ അടിച്ചമർത്തി അധികാരം പിടിക്കുന്ന കഥയാണ് ബാഹുബലി. മഹിഷ്മതി സാമ്രാജ്യത്തിലെ അമരേന്ദ്ര ബാഹുബലിയെ സ്വന്തം മാതാവായ ശിവകാമിയെ കൊണ്ട് കള്ളക്കഥ മെനഞ്ഞ് കൊല്ലിച്ച ശേഷം രാജാമാതാ ശിവകാമിയെ നിഷ്കാസനം ചെയ്തും രാജാവിൻ്റെ പത്നിയെ ചങ്ങലക്കിട്ടും ബന്ദിയാക്കിയും ഭൽവാൽ ദേവൻ ഭരണം പിടിച്ചതാണ് ബാഹുബലിയുടെ കഥ. രണ്ടാമത്തെ കഥ നിങ്ങൾക്കറിയാം. അതിൻ്റെ പര്യവസാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ആ അധികാരത്തെ തിരിച്ചു പിടിച്ച്, അതും ഉഗ്രശാപത്തോടെ ഉഗ്രശക്തിയോടെ തിരിച്ചു പിടിച്ചാണ് ശ്രീ VD സതീശനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കിയത്. സാർ, കുതിരപ്പട്ടാളവും വാൾപ്പയറ്റും പീരങ്കികളും ഇല്ലെങ്കിലും ജനശക്തിയുടെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ LDFിൻ്റെ ഒരു സൈബർ നുണ ബോംബിനും കഴിഞ്ഞില്ല. സാർ, കേരളത്തിലെ അധികാരം UDFും LDFും മാറി മാറി ഭരിക്കുമെന്ന് ഉള്ള ഒരു രീതിയാണ് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ. അങ്ങനെയാണ് നിങ്ങൾ ആദ്യത്തെ പിണറായി ഭരണത്തിലെ തോമസ് ഐസക് എന്ന ലോക സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ നിങ്ങൾ ധനകാര്യ മാനേജ്മെൻറ്റ് നടത്തിയത്. അന്നേ ആ മാനേജ്മെൻറ്റ് പൊളിവായിരുന്നു, കേരളത്തിലെ ഖജനാവ് തകർന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് 5 വർഷം കിട്ടി. അതെങ്ങനെ കിട്ടി? കോവിഡിൻ്റെ നെഞ്ചിലേറി നിങ്ങൾ ഭരണം പിടിച്ചു. പക്ഷെ ആദ്യം നിങ്ങൾ കരുതിയില്ല. കാരണം 5 വർഷം കഴിയുമ്പോൾ LDF മാറും, UDF വരും. പണ്ട് AK ആന്റണി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ് മുണ്ട് മുറുക്കി ഉടുക്കണം എന്ന് പറഞ്ഞ് മുണ്ട് മുറുക്കി ഉടുക്കണം പറഞ്ഞപ്പോൾ നിങ്ങൾ ഉടുത്തിരുന്ന മുണ്ട് തരയിൽ കെട്ടി നിന്ന ആളുകളാണ്. പക്ഷെ 5 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ചൊരു ഖജനാവാണ് നിങ്ങൾക്ക് കിട്ടിയത്. അതുപോലെ കിട്ടുമെന്ന് കരുതി. നിങ്ങൾക്കറിയാം, രണ്ടാം പിണറായി ഭരണം ഒരു നീരാളി ഊരാളി ഭരണമായിരുന്നു. നീരാളി ഊരാളി ഭരണം. നീരാളി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ മേഖലയെയും നീരാളിപ്പിടുത്തം ബാധിച്ചു. എല്ലാ ക്ഷേമനിധി ബോർഡുകളും കേരളത്തിലെ ബാങ്കുകളെ എല്ലാം ലയിപ്പിച്ച് കേരള ബാങ്ക്, അതുപോലെ തന്നെ സപ്ലൈകോ തകർത്തു, KSEB തകർത്തു. ഒരു നീരാളിപ്പിടുത്തമായിരുന്നു. നേട്ടം കിട്ടിയതാർക്ക? ഊരാള സംഘത്തിനായിരുന്നു. ഊരാളികളും നീരാളികളും തമ്മിലുള്ള ഒരു അന്തർധാരയായിരുന്നു കഴിഞ്ഞ ഭരണം. കരാറുകാരെല്ലാം ജീവനൊടുക്കി പോകുന്ന അവസ്ഥയിലാണ് സാധാരണ കരാറുകൾ. കേരളപ്പിറവിക്ക് ശേഷം നിങ്ങൾക്കറിയാം, കേരളപ്പിറവിക്ക് ശേഷം 2016 വരെ 1.5 ലക്ഷം കോടിയാണ് കേരളത്തിൻ്റെ കടം. എന്നാൽ 2026 പിണറായി സഖാവ് ഭരണം മാറുമ്പോൾ 5 ലക്ഷം കോടിയാണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ 5 വർഷം കൊണ്ട് അദ്ദേഹത്തിന് സ്മാർട്ട് സിറ്റി കാണിക്കാൻ പറ്റി, മെട്രോ റെയിൽ കാണിക്കാൻ പറ്റി,
മെഡിക്കൽ കോളേജ് കാണിക്കാൻ പറ്റി. വിഴിഞ്ഞം തുറമുഖം നിങ്ങൾ ആരോപണം കൊണ്ടുവന്നിട്ടും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അതിന്റെ പ്രാഥമിക പ്രവർത്തനം പൂർത്തിയാക്കി. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞുഞ്ഞിന്റെ സ്വത്താണ് എന്ന് പറയാൻ കഴിയുന്ന നിലയിൽ പലതും എഴുതി ചേർത്തു. 10 വർഷം കൊണ്ട് ഈ 3.5 ലക്ഷം കോടി എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? എന്ത് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റി? എന്ത് എഴുതി ചേർക്കാൻ പറ്റി? അപ്പോൾ ഒന്നുമില്ല. എല്ലാ വീരന്മാരും വീരമണി കണ്ഠന്മാരും വീരശൂര പരാക്രമികളും എല്ലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന്റെ തൂഫാനിൽ ഒലിച്ചുപോയ കഥയാണ്. അതാണ് ഇവിടെ നടന്നത്. നിങ്ങൾക്കറിയാം, അച്യുതാനന്ദനും പിണറായി സഖാവും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഉളുപ്പുണ്ടോ? ഉളുപ്പ്. അച്യുതാനന്ദൻ 2-3 പ്രാവശ്യം ചോദിക്കും, ഉളുപ്പുണ്ടോ? ഉളുപ്പ് ഉളുപ്പ് എന്ന് ചോദിക്കും. ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ഈ സഭാ നടപടികൾ തുടങ്ങിയ അന്ന് മുതൽ പുതിയ ഞങ്ങൾ കാണുന്നതാണ്. നിങ്ങൾ ഈ അടിയന്തര പ്രമേയവും നിങ്ങളുടെ വർത്തമാനങ്ങളും നിങ്ങളെ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും? ഇത് നാട്ടുകാർ മൊത്തം കാടെയാണ്. നിങ്ങൾ PM ശ്രീയെ കുറിച്ച് ഇവിടെ വാദോര പറയുന്നു, ഇവിടെ ടാക്സ് മദ്യനികുതിയിലെ ടാക്സിന്റെ ഇളവിനെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ ആരുണ്ടാക്കിയതാണ്? രേഖകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നാളുകളെങ്കിലും ഈ UDF ടീമിനെ, മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിനെ ഭരിക്കാനൊന്നും ഇവിടെ അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ച് എന്തിനാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നത്? ഞങ്ങൾ സത്യം പറഞ്ഞാൽ മുൻ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഇരിക്കുന്ന സഭയിൽ ഇത്രയും ഒരു ആരോപണങ്ങൾ കേൾക്കുമ്പോൾ മറുപടിയില്ലാത്ത ആളുകളെയാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ ഞാൻ ശക്തമായി പിന്തുണയ്ക്കുകയാണ്. സാർ ടൂറിസം മേഖലയിൽ 325.36 കോടി വകയിരുത്തിയിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം കൂടി എൻ്റെ മണ്ഡലത്തെക്കുറിച്ചാണ് സാർ പറയാനുള്ളത്. ചടയമംഗലം മണ്ഡലം ജഡായു ടൂറിസം കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആവാൻ പോവുകയാണ്. അവിടെ വരുന്ന ഓരോ അക്കാഡമിക് ഇയറിലും വരുന്ന സ്കൂൾ കുട്ടികൾ, ശബരിമലയിൽ പോകുന്ന തീർത്ഥാടകർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് ജഡായു ടൂറിസം എന്ന MC റോഡിലുള്ള ഒരു ടൂറിസം പ്രൊജക്റ്റ്. അത് മാത്രമല്ല, ചടയമംഗലത്ത് കുടുക്കത്തുപാറ എന്ന ഇതുപോലെ മറ്റൊരു ടൂറിസമാണ് അലേമൺ പഞ്ചായത്തിലുള്ളത്. അതുപോലെ ചടയമംഗല പഞ്ചായത്തിൽ വട്ടത്തിത്തങ്ങളാറ് എന്ന് പറയുന്ന വളരെ പ്രകൃതി മനോഹരമായ ശ്രീ CR മഹേഷ് മുമ്പ് പറഞ്ഞ പോലെയുള്ള സ്ഥലം. അതുപോലെ തന്നെ മീൻമുട്ടി എന്ന മീനുകൾ പ്രണയിക്കുന്ന മീൻമുട്ടിയുടെ വെള്ളച്ചാട്ടമുള്ള പ്രദേശം. ഇതെല്ലാം എൻ്റെ നിയോജക മണ്ഡലമാണ്. പ്രത്യേകമായ ഒരു അവിടെ ചടയമംഗലത്ത് ഒരു ടൂറിസം ഫെസിലിറ്റേഷൻ സെൻറ്ററും അതുപോലെ ബസ് ടെർമിനലും അവിടെ ധാരാളം ആളുകൾ വരുന്നുണ്ട് സ്ഥാപിക്കുന്നതിന് വേണ്ട കരുണ ഗവൺമെൻറ് ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ പൊതുമരാമത്ത് വകുപ്പിൽ PWD മാനിൽ പരിഷ്കരണവും അതുപോലെ ആർക്കിടെക്ചറൽ വിങ് PWDയുടെ എല്ലാ റോഡുകളും BMBC നിലവാരത്തിൽ ഉയർത്തും എന്നതിനുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ 5952 കോടി വകവീഴ്ത്തിക്കൊണ്ടുള്ള അതിനെ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ ശ്ലാഘിക്കുന്നു, പിന്തുണയ്ക്കുന്നു. തൊഴിലുറപ്പിലെ തൊഴിലാളികൾക്ക് നമുക്കറിയാം, ഇന്ന് യഥാർത്ഥത്തിൽ തൊഴിലുറപ്പ് ഇന്ന് നിലനിൽക്കുന്നതുകൊണ്ടാണ് ധാരാളം കുടുംബങ്ങൾ, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നത്. ആ കുടുംബങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിൻ്റെ പുതിയ നയം വന്നിട്ടും അതിനെ അതിജീവിക്കാൻ വേണ്ടി 1422 കോടി ഈ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു. കേരളത്തിൽ ഈ UDF ടീമിൻ്റെ ഭരണത്തെ അതുപോലെ പുതുക്കിയ ഈ ബഡ്ജറ്റിനെ എല്ലാ രീതിയിലും പിന്തുണയ്ക്കുന്നു. നന്ദി.